ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാടത്ത് ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കയറി കിടക്കുകയാണ്. ഇത് ഞാൻ കാണുന്നത് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് പണിയെന്ന് ഞാൻ നോക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഇവിടുത്തെ റോഡ് പണിയും പിന്നെ ഈ പാടത്ത് വെള്ളം കയറി കിടക്കുന്നതൊക്കെ കണ്ടത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര നല്ലൊരു ഭംഗി. ഞാൻ വന്നത് വൈകുന്നേരം ഒരു 5:30 ആ സമയത്തൊക്കെയാണ് വന്നത്. നല്ല രസമായിരുന്നു അവിടുത്തെ ഈ പാടത്തെ വെള്ളം കയറി കിടക്കുന്നത്, തണലും നല്ല കാറ്റും സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നാളെ സൺഡേ ആണല്ലോ, അപ്പോൾ ഒരു വ്ളോഗ് ചെയ്തേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ്. ഇതുപോലെ പാടവും കുട്ടനാടും പിന്നെ ഇങ്ങനെയുള്ള പാടമൊക്കെ കായലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് നേരെ തിരിച്ചു വരും. ഇപ്പോൾ മഴക്കാലമാകുമ്പം കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ഒന്നായി ആലപ്പുഴ മാറും. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടനാട്ടൊക്കെ ആണെങ്കിൽ ഈ വെള്ളപ്പൊക്കവും മഴയൊക്കെ വരുമ്പോൾ അവർക്ക് വലിയൊരു ദുരിതമാണ്. എന്നാലും അവർ ആ വെള്ളത്തിൻ്റെ ഈ ദുരിതമൊക്കെ അവർ മറികടക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെ ആലപ്പുഴയ്ക്ക് സൗന്ദര്യമുണ്ട്, അപകടമുണ്ട്, അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഇവിടെ ആലപ്പുഴയിൽ പാതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്ത് വലിയ കനാലും പാലമുണ്ട്. ഈ വേലിയേറ്റം ഉണ്ടാകുമ്പം കുറേ ആളുകൾ, അതിൻ്റെ അടുത്തുള്ള ആളുകളും പിന്നെ ദൂരെ നിന്ന് വരുന്ന ആളുകളൊക്കെ വലയും കൊണ്ടുവരും വീശാൻ. ഭയങ്കര ശക്തമായിട്ടാണ് വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ വലിയ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വല വീശുന്നത്. പക്ഷേ അവർക്ക് കിട്ടുന്നതൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ ആയിരിക്കും. എന്നാലും ഒരുപാട് ആളുകൾ ഇത് കാണാനൊക്കെ വരികയൊക്കെ ചെയ്യും. ഞാൻ ഒരുപാട് നേരം നിന്ന് കണ്ടതായിരുന്നു. അടുത്ത് വെള്ളം കയറുന്ന സമയമാണല്ലോ, ഈ സമയത്താണ് പിള്ളേരും വലിയ ആളുകളും മീൻ പിടിക്കാറുണ്ട്. ഇവർ ഈ പാടത്ത് മീൻ പിടിക്കാൻ പോകുന്നത് ഈ മുള കൊണ്ടുള്ള ചെങ്ങാടോ അല്ലാതെ വലിയ ഡ്രമ്മൊക്കെ കൊണ്ടുള്ള ചെറിയ ചെങ്ങാടങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പുറത്താണ് അവർ പോകുന്നത്. കൂടുതലും വല വീശുകയും ചില ആളുകൾ അവിടെ നിന്ന് ഇത് ചൂണ്ടിയിടുകയും ചെയ്യും. അങ്ങനെയാണ് ഇവർ മീനെ പിടിക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ മീൻ പിടിച്ച് അത് നല്ല വിലയ്ക്ക് അതൊക്കെ വിൽക്കുകയും ചെയ്യും. വരാൽ പിന്നെ അങ്ങനെ ഒരുപാട് ഈ സമയത്ത് വരുന്ന മീനുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് വലിയൊരു കായലാണോ കനാലാണോ എന്നറിയില്ല, നല്ല രസമാണ് അത് കാണാൻ. ഞാൻ നിങ്ങളെ പിന്നെ ഒരു ദിവസം ഞാനവിടെ കൊണ്ട് കാണിക്കാം. അപ്പോൾ ഒരുപാട് ഭംഗിയൊക്കെ ഉള്ളൊരു നാടാണ്. തൊട്ടപ്പുറത്ത് പാടം, പക്ഷെ അവിടെ ഒന്നും വെള്ളമില്ല. പക്ഷേ ഈ സൈഡിൽ നല്ല വെള്ളമുണ്ട്. എന്നാലും ഈ സമയത്തുള്ള കാറ്റൊക്കെ ഈ മരച്ചോട്ടിൻ്റെ ഒക്കെ അടിയിലൊക്കെ ഇരിക്കുമ്പം അവധി ദിവസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ സന്തോഷമാണ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇവിടെയുള്ള അടുത്ത ആളുകളൊക്കെ ഇവിടെ ഒരു പാലമുണ്ട്, അവിടെ വന്നിരിക്കും. അവർ കുറേ ഫ്രണ്ട്സുകൾ അവരുടെ സ്നേഹവും സൗഹൃദവും പ്രശ്നങ്ങളും പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അവർ ആ ഒരു ഈവനിങ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. ആ സൺസെറ്റും ഇതുപോലെ കാറ്റും പാടത്തെ ആ ഭംഗിയൊക്കെ കണ്ടവർ നന്നായിട്ട് അവർ എൻജോയ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാ നാട്ടിലും ഇതുപോലെയൊക്കെ ഉള്ള കാണാം. അപ്പോൾ ഓരോ ആളുകളുടെ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും ഭംഗികളും ഇതുപോലുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളും അത് എല്ലാവരോടും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ ആളുകളും നന്നായി എൻജോയ് ചെയ്യുക. കിട്ടുന്ന ഓരോ സമയം നന്നായി എൻജോയ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവർ നോക്കണ്ട, എന്താണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് നമ്മൾ നോക്കണ്ട, നമ്മളെപ്പോഴും എൻജോയ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് സൗന്ദര്യങ്ങളും പല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.